പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കി ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾ 60 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരി 28-ന് പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ സൈനിക ആക്രമണം ലോകത്താകമാനം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഇറാന്റെ ആണവശേഷി ഉന്മൂലനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സത്ത് ജനപ്രതിനിധി സഭയിൽ പറഞ്ഞത്. ആക്രമണം ഇറാനെ തീർത്തും ദുർബലമാക്കിയെന്നും സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $25 ബില്യൺ ശത്രുക്കൾക്കെതിരെ ഏത് സമയത്തും എവിടെയും കോടി രൂപ ശക്തിയോടെ തിരിച്ചടിക്കാൻ പെന്റഗൺ ഇസ്രായേൽ പ്രതിരോധ സേനയെ സജ്ജമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചത് മുതൽ ഇതുവരെ 1,15,600 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറിയത്. ഇതിനായി 403 വിമാന സർവീസുകളും 10 കപ്പൽ സർവീസുകളും അവസാനിക്കുമെന്നതിന് വ്യക്തതയില്ല. എന്നാൽ രാജ്യത്തെ എണ്ണക്കിണറുകൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും ഇറാൻ മറുപടി നൽകി. അതേസമയം യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുവെന്ന വിമർശനവുമായി ഡെമോക്രാറ്റുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ ഇസ്രായേലിൽ എത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം 2 ചരക്ക് കപ്പലുകളിലും വിമാനങ്ങളിലുമായി 6,500 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങളാണ് ഇസ്രായേലിലെത്തിയത്. വരും ആഴ്ചകളിലും സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറൽ അമീർ ബരാം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.